രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിൽ ഇന്ന് ഉത്തരവുണ്ടാകും. തട്ടിപ്പുകൾ തടയുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറത്തിറക്കും. ഓൺലൈൻ തട്ടിപ്പിലൂടെ മലയാളികൾക്ക് കോടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിർച്വൽ അറസ്റ്റ്, CBI ചമഞ്ഞ് തട്ടിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാക്ഷരതയുള്ള സംസ്ഥാനത്തും അരങ്ങേറുന്നു. നമ്മുടെ മലയാളികളെ എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഈ ഉത്തരേന്ത്യ തട്ടിപ്പുകാർക്കുണ്ടോ എന്നറിയില്ല. ഓൺലൈനിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? ആരെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പേരിൽ വലിയ കേസുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അതിൽ മയക്കുമരുന്ന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇൻ്റർനെറ്റിലൂടെ വന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, ആ ജോലിയൊക്കെ താഴ്ത്തി വെച്ച് ഒരു 2-3 മിനിറ്റ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാര്യം ബാങ്കിൽ കിടക്കുന്ന കോടികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇതൊക്കെ അത്യാവശ്യമാണ്. ജിഷ്ണു രവീന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് വിർച്വൽ അറസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ശ്രദ്ധിച്ചോളൂ. മലയാളികൾ ഉയർന്ന സാക്ഷരതയുള്ള സമൂഹമാണെന്നിരിക്കെ നിരന്തരം സാമ്പത്തിക തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നത് ആശങ്കയുയർത്തുന്ന കാര്യമാണ്. വെർച്വൽ അറസ്റ്റ് ഭീഷണിയിൽ മലയാളികൾക്ക് നഷ്ടമായത് കോടിക്കണക്കിന് രൂപയാണ്. ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘം കവർന്നത് 25 കോടി രൂപയാണ് എന്നത് പേടിപ്പെടുത്തുന്ന കണക്കാണ്. എന്തൊക്കെ രീതികളിലൂടെയാണ് തട്ടിപ്പ് സംഘം പണം സമാഹരിക്കുന്നത് എന്ന് വിശദമായി നോക്കാം. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് മറ്റാരോ വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, അതിനാൽ നിങ്ങളുടെ മൊബൈൽ സർവീസ് താൽക്കാലികമായി റദ്ദാക്കുകയാണ്, അതൊഴിവാക്കണമെങ്കിൽ പണം നൽകണം എന്ന് പറയുന്നതാണ് ആദ്യ തട്ടിപ്പ് രീതി. എന്നാൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ് ഒരിക്കലും മൊബൈൽ സേവനം തടസ്സപ്പെടുത്തില്ല. ടെലികോം കമ്പനികൾക്ക് മാത്രമേ സേവനം തടസ്സപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പേരിൽ ഓൺലൈൻ വഴി നിരോധിത വസ്തുക്കൾ പാർസലായി ഓർഡർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അടുത്ത പണം തട്ടൽ. ഫൈൻ അടച്ചാൽ നിങ്ങളുടെ പാർസൽ വിട്ടുതരാമെന്നാണ് ഇത്തരം സാഹചര്യത്തിൽ തട്ടിപ്പുകാർ പറയുന്നത്. ഇത്തരം ഫോൺ കോളുകൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഉടൻ കോൾ ഡിസ്കണക്ട് ചെയ്ത് നമ്പർ റിപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഏറെ കേട്ടുപരിചയമുള്ളതാണ് അടുത്ത രീതി. പോലീസ്, CBI, NIA പോലുള്ള ഏജൻസികളിലെ ഉദ്യോഗസ്ഥരാണ് എന്ന രീതിയിൽ ഒരു വീഡിയോ കോൾ വരുന്നു. നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇവർ ആദ്യം പറയുക. ശേഷം കേസിൽ നിന്ന് ഒഴിവാകാൻ പണം ആവശ്യപ്പെടും. പോലീസോ മറ്റ് അന്വേഷണ ഏജൻസികളോ ഓൺലൈൻ വഴി ആരെയും അറസ്റ്റ് ചെയ്യില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെർച്വൽ അറസ്റ്റ് എന്നൊരു നടപടിക്രമം ഇന്ത്യൻ നിയമങ്ങളിൽ എവിടെയുമില്ല. നിങ്ങളുടെ ബന്ധു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പൈസ തട്ടുന്നതാണ് അടുത്ത രീതി. പണം നൽകിയാൽ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബന്ധുവിനെ വിട്ടയക്കാം എന്നാണ് ഈ സംഘം പറയുക. പ്രിയപ്പെട്ടവർ കേസിൽ കുടുങ്ങിയെന്ന് കേൾക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമം നടത്തും. അതിനു മുമ്പ് നിങ്ങളുടെ ബന്ധുക്കളെ വിളിച്ച് കാര്യം അന്വേഷിക്കുക. ചെറിയ സമയത്തിനുള്ളിൽ പണക്കാരാകണം എന്ന നമ്മുടെ ആഗ്രഹമാണ് തട്ടിപ്പുകളിൽ ചെന്ന് ചാടാനുള്ള മറ്റൊരു കാരണം. വലിയ റിട്ടേൺ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് മുങ്ങുന്നവരാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ. ആളുകളെ ആകർഷിക്കാൻ ഈ സംഘങ്ങൾ ഉപയോഗിക്കുന്നത് ഓൺലൈൻ പരസ്യങ്ങളാണ്. വലിയ റിട്ടേൺ നൽകുന്ന നിക്ഷേപങ്ങളെ തുടക്കം മുതൽ തന്നെ നമ്മൾ സംശയിക്കണം. മിക്ക സ്കീമുകളും തട്ടിപ്പായിരിക്കും. തട്ടിപ്പിനുള്ള മറ്റൊരു വഴി ജോലി വാഗ്ദാനമാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വലിയ തുക വരുമാനമായി നേടാമെന്ന വാഗ്ദാനവുമായി നിരവധി ഫോൺ കോളുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നിരിക്കും. അതിലാദ്യം അവർ ആവശ്യപ്പെടുന്നത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റാണ്. അത് നൽകിയാൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ. ഇത്തരം സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു വാഗ്ദാനങ്ങളിലും കൃത്യമായി അന്വേഷിക്കാതെ ചെന്നു ചാടരുത്. കുറച്ച് പണം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്തു മണ്ടത്തരവും വിശ്വസിക്കുമെന്നതിനുള്ള തെളിവാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന ഫോൺ കോളുകളിൽ ലോട്ടറി എടുത്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും മൂക്കും കുത്തി നമ്മൾ വീഴും. അങ്ങനെ ഫോൺ വിളിച്ച് ഒരടിക്കാത്ത ലോട്ടറി ആരെങ്കിലും നമുക്ക് കൊണ്ടുതരും എന്ന് കരുതരുത്. KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു വരുന്ന മെസ്സേജുകൾ വഴിയാണ് പിന്നീട് പണം തട്ടുന്നത്. KYC അപ്ഡേറ്റ് ചെയ്യാനെന്ന വ്യാജേനെ ബാങ്ക് വിവരങ്ങൾ ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പ് രീതി. ഒരു ബാങ്കും മെസ്സേജ് അയച്ച് KYC അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടില്ല. ടാക്സ് റീഫണ്ട് വാഗ്ദാനം ചെയ്താണ് അടുത്ത തട്ടിപ്പ്. ഇൻകം ടാക്സ് വിഭാഗത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ എല്ലാ ബാങ്ക് വിവരങ്ങളുമുണ്ട്. അവർ ഒരു കാരണവശാലും ബാങ്ക് വിവരങ്ങൾ ചോദിക്കില്ല എന്ന് മനസ്സിലാക്കുക. നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടന്നിട്ടും ഇപ്പോഴും മലയാളികൾ ഈ പറഞ്ഞ തട്ടിപ്പുകളിൽ തുടർച്ചയായി തലവെക്കുകയാണ്. അറസ്റ്റോ ചോദ്യം ചെയ്യലോ പോലുള്ള നിയമ നടപടികൾ ഒരിക്കലും ഓൺലൈൻ വഴി നടക്കില്ല എന്ന് മനസ്സിലാക്കുക. നിക്ഷേപങ്ങൾ ശ്രദ്ധയോടുകൂടി മാത്രം നടത്തുക. നിങ്ങളുടെ സമ്പത്തിൽ കണ്ണുവെച്ച് നിരവധി പേർ ചുറ്റിലുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.